മിനിസ്റ്റർ ഫോർ ക്യാപിറ്റൽ റീജിയൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഇമേജ് ആണ്. ഡിസിപ്ലിൻ ഇല്ലാതെ പറ്റൂല. ഇവിടെ ഏറ്റവും പ്രോബ്ലം ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്താൽ ഐ എം ക്വൈറ്റ് ഷുവർ ദാറ്റ് ഇനി വരുന്ന കാലത്ത് നമുക്ക് ട്രാൻഡം എപ്പോഴും ഹൃദയം തുറന്ന് സംസാരിക്കുന്ന കേരള സംസ്ഥാനത്തിന്റെ, പ്രത്യേകിച്ച് നമ്മുടെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തിന്റെ വികസനത്തിനു വേണ്ടി എത്രയോ വർഷങ്ങളായി സംസാരിച്ചുകൊണ്ടേയിരിക്കുന്ന ശ്രീ എസ് എൻ രഘുചന്ദ്രൻ നായർ, ട്രിവാൻഡ്രം ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസിന്റെ പ്രസിഡന്റ്, എസ് ഐ പ്രോപ്പർട്ടിയുടെ മാനേജിംഗ് ഡയറക്ടർ, ട്രിവാൻഡ്രം മാനേജ്മെന്റ് അസോസിയേഷന്റെ പ്രസിഡന്റ്, ക്രഡായ് കേരളയുടെ കൺവീനർ ജനറൽ, കേരള ഒളിമ്പിക് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് ആൻഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ. നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ്, അതുമായി കണക്ട് ചെയ്ത് ചോദിക്കുകയാണ്. തിരുവനന്തപുരം കേരളത്തിന്റെ തലസ്ഥാന നഗരമായിരുന്നിട്ട് കൂടി അത് അർഹിക്കുന്ന പ്രാധാന്യം ഈ നിമിഷം വരെ തിരുവനന്തപുരത്തിന് ലഭിച്ചിട്ടില്ല എന്ന് സാറ് പറഞ്ഞു. അത് നമുക്ക് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ അതുപോലെ ശക്തരായ നേതാക്കന്മാരോ തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ഇല്ലാത്തത് കൊണ്ടാണോ എന്നൊരു അഭിപ്രായം സാറിനുണ്ടോ? അങ്ങനെയല്ല. ഇതിൻ്റെ അകത്ത് എന്താ പറയുക, നമുക്ക് ആദ്യം ഓണർഷിപ്പ് വേണം. നമ്മളൊരു തലസ്ഥാനം എന്ന് പറയുമ്പോൾ എൻ്റെ തലസ്ഥാനമല്ല, ഇത് കേരളത്തിൻ്റെ തലസ്ഥാനമാണ്. അത് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനും എല്ലാ ഗവൺമെൻറ്റിനും എല്ലാ ബ്യൂറോക്രാറ്റ്സിനും ബാധകമാണ്. ഇത് എൻ്റെ സ്വത്തായിട്ടല്ല ഞാൻ കാണുന്നത്, ഇത് നമ്മുടെ കേരളത്തിൻ്റെ സ്വത്താണ്. പുറത്തിരിക്കുന്ന രാജ്യത്തുള്ള മലയാളികളും അന്യ സംസ്ഥാനത്തുള്ള മലയാളികൾക്കും എല്ലാവർക്കും ഉള്ള റൈറ്റാണിത്. നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ഡൽഹി എന്ന് പറയുന്നത്? ഡൽഹി നമ്മൾ എപ്പോഴും വെളിയിൽ പോകുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ ഡൽഹിയാണ്. ദാറ്റ് ഈസ് ദ പവർ സെൻറ്റർ, ദാറ്റ് ഈസ് വേർ ദ ഹോൾ തിങ് സ്റ്റാർട്ട്സ്. അതേപോലെ കേരളത്തിൻ്റെ ഒരു പവർ സെൻറ്ററാണ് ട്രിവാൻഡ്രം. അപ്പോൾ ആ പവർ സെൻറ്ററിന് കിട്ടേണ്ട ഒരു ഇമ്പോർട്ടൻസോ അല്ലെങ്കിൽ അതിനായിട്ട് കിട്ടേണ്ട ഒരു വിസിബിലിറ്റിയോ നമ്മൾ കൊടുക്കുന്നില്ല. അത് കാലാകാലങ്ങൾ നമ്മൾ നോക്കുമ്പോൾ പല മുഖ്യമന്ത്രിമാരും വന്ന് കാണും. LDF ആവട്ടെ UDF ആവട്ടെ എല്ലാവരും വരും. പക്ഷെ അവരെല്ലാവർക്കും കൂടുതലും ഫോക്കസ് ചെയ്യുന്ന എവിടെയാണ് വോട്ട് ബാങ്ക് ഉള്ളത്, ആ വോട്ട് ബാങ്കിലോട്ട് ഫോക്കസ് ചെയ്യും. ഇത് വോട്ട് ബാങ്ക് റിലേറ്റഡ് ആണ് പോകുന്നത്. ഈ ക്യാപിറ്റൽ സിറ്റിയുടെ കാര്യത്തിൽ വോട്ട് ബാങ്ക് നോക്കരുത്. ക്യാപിറ്റൽ സിറ്റി ഏത് പൊളിറ്റിക്കൽ പാർട്ടി ഭരിച്ചാലും ഏത് പാർട്ടിയാണ് ഇവിടുത്തെ വോട്ട് ബാങ്ക് എന്തായാലും ക്യാപിറ്റൽ സിറ്റിയാണ്. അപ്പോൾ അത് കാണേണ്ട രീതിയിൽ വേണം കാണാനായിട്ട്. ഇവിടെ വേണ്ടി വരുന്നത് എനിക്ക് തോന്നുന്നത് സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഏത് മുഖ്യമന്ത്രി വന്നാലും ഒരു ക്യാപിറ്റൽ റീജിയൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി വേണം. ഒന്ന്, അത് അതോറിറ്റി വന്ന് മുഖ്യമന്ത്രിയാണ് അതിനെ ഹെഡ് ചെയ്യണം, ചെയർമാനായിട്ട്. ഇതിൻ്റെ കൺവീനറായിട്ട് ചീഫ് സെക്രട്ടറി ആയിരിക്കണം. എന്നാലേ എല്ലാവരും കൂടെ കോടീകരിച്ച് നമുക്ക് കൊണ്ടുവന്ന് ഒരു കോർഡിനേറ്റ് ഏർപ്പെട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് ഈ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞ ഒരാൾ, ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്, CP ജോൺ ആണ് ട്രിവാൻഡ്രത്തിൻ്റെ മിനിസ്റ്റർ. ഇറ്റ് ഈസ് ഓൺലി അലൊക്കേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ഈച്ച് ഡിസ്ട്രിക്ട്. തിരുവനന്തപുരത്തിന് കൊടുത്ത് CP ജോൺ. അതിന് പകരം അദ്ദേഹത്തിന് കൊടുക്കേണ്ടത് ഹി ഈസ് ഓൾസോ ദ മിനിസ്റ്റർ ഫോർ ക്യാപിറ്റൽ റീജിയൻ. മിനിസ്റ്റർ ഫോർ ക്യാപിറ്റൽ റീജിയൻ എന്ന് പറയുമ്പോൾ ബിക്കംസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി വരുമ്പോഴാണ് അതിനായിട്ടുള്ള പാരാഫെർണിയും അതിനായിട്ടുള്ള ബ്യൂറോക്രാറ്റ്സും എല്ലാം ഓട്ടോമാറ്റിക് അവിടെ വരും. സോ ഹി ഹാസ് ടു ഷോ റിസൾട്ട്സ്. മനസ്സിലായില്ല? അപ്പോൾ നമ്മൾ റെസ്പോൺസിബിലിറ്റി കൊടുക്കുമ്പോൾ റെസ്പോൺസിബിൾ ആണ്. എനിക്ക് അതിൻ്റെ അപ്പുറം നിങ്ങൾക്ക് വേറെ ഒന്നുമില്ല. അപ്പോൾ ട്രിവാൻഡ്രത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണെങ്കിൽ നമുക്ക് CP ജോണിനെ കോൺടാക്ട് ചെയ്യാം. ബിയോണ്ട് ദാറ്റ് വാട്ട് കെൻ യു ഡു? സോ വാട്ട് വി റിക്വയർ ഈസ് വി മസ്റ്റ് ഹാവ്, ഇപ്പോഴേ നമ്മൾ അങ്ങനെ ഒരു പോർട്ട്ഫോളിയോ അലോട്ട്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ടും ആ പോർട്ട്ഫോളിയോ കൊടുക്കാത്തതുകൊണ്ടും വി ക്യാൻ ഓൺലി ഹാവ്, നമ്മൾ CMന് കത്ത് കൊടുത്തത് ക്യാപിറ്റൽ റീജിയൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി അണ്ടർ ദി ചീഫ് മിനിസ്റ്റർ. ഇറ്റ് ഷുഡ് ബി കൺവീനർ, അതിൻ്റെ കൺവീനറോ സെക്രട്ടറി ആയിട്ട് ചീഫ് സെക്രട്ടറി ആയിരിക്കണം. സോ എവറിത്തിങ് റിലേറ്റിംഗ് ടു ക്യാപിറ്റൽ സിറ്റി. ഇപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ശ്രീ ജിജി തോമസൺ ചീഫ് സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് ഓപ്പറേഷൻ ആനന്ദ വന്നത്. അദ്ദേഹം മാക്സിമം ആ ഒരു വർഷം 2 മാസം കൊണ്ട് മാക്സിമം സിറ്റി ക്ലീനപ്പ് ചെയ്ത് ഈ ഇരിക്കുന്ന ഫ്ലഡ് മിറ്റിഗേഷൻ പ്രോഗ്രാം കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് വന്നിരിക്കുന്ന ചീഫ് സെക്രട്ടറീസ് ബോധഡല്ല. ഓപ്പറേഷൻ ആനന്ദ സെക്കൻഡ് ഫേസ് പോയിട്ടില്ല. കാര്യം ഇത് നാളെ ഇത് ചെയ്താൽ അത് ജിജി തോമസിനുള്ള ക്രെഡിറ്റ് അല്ലേ. അപ്പോൾ നമ്മൾ എന്തിനു ചെയ്യണം? എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഇമേജാണ്. ഇത് ആ സിറ്റി ആണ് നമ്മൾ മുകളിൽ. ജിജി തോമസൺ പിന്നെയുള്ള കാര്യമാണ്. സിറ്റിക്കകത്തുള്ള നെക്സ്റ്റ് ലെവൽ ഓപ്പറേഷൻ ആനന്ദ സെക്കൻഡ് ഫേസ് പോകണം. അത് ചെയ്യാൻ മടിക്കുന്ന കാര്യം എന്താണ്, ഈ അഥവാ ഇത് സക്സീഡ് ചെയ്താൽ ജിജി തോമസിനായിരിക്കും പേര് കിട്ടുന്നത്. അങ്ങനെയല്ല നോക്കേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കേണ്ടത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് വൺ ഈസ് ദിസ്. സെക്കൻഡ് തിങ്, ദർ ഹാസ് ടു ബി എ പ്രഷർ ഗ്രൂപ്പ്. ചേംബർ ഓഫ് കോമേഴ്സ് മാത്രം ഒരു പ്രഷർ ഗ്രൂപ്പ് ഉണ്ടായിട്ട് കാര്യമില്ല. ചേംബർ ഓഫ് കോമേഴ്സ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എല്ലാ സെക്ടറിൽ ജോലി ചെയ്യുന്ന, അല്ല എല്ലാ സെക്ടറിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ, ട്രാവൽ, ട്രേഡ് എല്ലാവരും കൂടെ കൊണ്ടുവന്നാണ് ഞാൻ ചേംബർ ഓഫ് കോമേഴ്സ് സംസാരിക്കുമ്പം എല്ലാ സെക്ടറിനെ റീപ്രസെൻറ്റ് ചെയ്താണ് സംസാരിക്കുന്നത്. അതൊരു പ്രഷർ ഗ്രൂപ്പ്. വേറെ സൈഡിൽ നമുക്ക് ആ വേറെ പ്രഷർ ഗ്രൂപ്പ് വേണം, സാംസ്കാരിക നായകന്മാർ. അവർ നമുക്ക് തിരുവനന്തപുരത്ത് എത്രയോ പേരുണ്ട്, അവരും ഇതാണ് നമ്മുടെ കൂടെ കൂടണം. റിട്ടയർഡ് ബ്യൂറോക്രാറ്റ്സ്, ഉന്നത നിലയിരിക്കുന്ന ബ്യൂറോക്രാറ്റ്സ് തിരുവനന്തപുരത്തുണ്ട്. പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന ആൾക്കാർ മുതൽ ക്യാബിനറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന ആൾക്കാർ മുതൽ തിരുവനന്തപുരത്തുണ്ട്. ഒന്ന് TK നായർ സാർ കിടക്കുന്നു, ശ്രീ KM ചന്ദ്രശേഖർ കിടക്കുന്നു, റെപ്യൂട്ടഡ് അംബാസിഡേഴ്സ് ശ്രീ TP ശ്രീനിവാസൻ, ശ്രീ TP സീതാറാം, ഇവരെല്ലാം തിരുവനന്തപുരത്തുണ്ട്.
നമ്മൾ ഇവരെല്ലാം കൂടെ കൊണ്ടുപോയിട്ട് നമ്മൾ ഒരു മുഖ്യമന്ത്രിയെ കാണുമോ അല്ലെങ്കിൽ പ്രഷർ ഗ്രൂപ്പായിട്ട് മാറിയിട്ട് നമ്മൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് റിലീസ് ചെയ്താലും മാത്രമേ മീഡിയയിൽ ഇത് വരുള്ളൂ. മീഡിയ ഹാസ് ടു ഗിവ് ഇമ്പോർട്ടൻസ്. മീഡിയ ക്യാരി ചെയ്യുന്ന ന്യൂസാണ് അൾട്ടിമേറ്റ്ലി ഇത് ആൾക്കാർ നോക്കുന്നത്. അപ്പോൾ ഇത്രയും ആൾക്കാർ പല സെക്ടറിലുള്ള ആൾക്കാരും ഒരു സൈഡ് നമ്മുടെ പല സെക്ടർ, പിന്നെ ബ്യൂറോക്രാറ്റ്സ്, പിന്നെ വരുന്ന ഡിപ്ലോമാറ്റ്സ് ഒരു സൈഡ്, സോഷ്യൽ ലീഡേഴ്സ്, റിലീജിയസ് ലീഡേഴ്സ് ഉണ്ട്. ഇപ്പോൾ റിലീജിയസ് നമ്മുടെ തിരുമേനി, നമ്മുടെ ക്ലീമീസ് ബാവ തിരുമേനി ഒരു സൈഡ്, നമുക്ക് പാളയം ഇമാം അല്ലെങ്കിൽ ശാന്തിഗിരി, ആരൊക്കെയാണ് ഉള്ളത്, ശിവഗിരി, ഇവരെല്ലാവരും കൂടെ റിലീജിയസ് ലീഡേഴ്സും ഈ ഇരിക്കുന്ന സോഷ്യൽ ലീഡേഴ്സും നമ്മൾ കാണുന്ന ബിസിനസ് കമ്മ്യൂണിറ്റിയും ഈ കാണുന്ന ഡിപ്ലോമാറ്റ്സും ബ്യൂറോക്രാറ്റ്സും കൂടെ വരുമ്പോഴാണ് ഒരു പ്രഷർ ഗ്രൂപ്പ് ആവുന്നത്. ഇതെല്ലാം നോൺ ഫേസസ് ആണ്. ഈ നോൺ ഫേസസിന് അവർക്ക് ആയിട്ടുള്ള ഇക്വിറ്റി വാല്യൂ ഉണ്ട്. അപ്പം ആ ഇക്വിറ്റി വാല്യൂ നമ്മൾ ലിവറേജ് ചെയ്തിട്ട് നമ്മളെ ആയിട്ടുള്ള ഓണർഷിപ്പ് നമ്മൾ ചോദിച്ച് സി എമ്മിൻ്റെ പുറത്ത് നമുക്ക് കാര്യങ്ങൾ മീറ്റ് ചെയ്ത് സി എമ്മിനെ കണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യണം. ഇതിൻ്റെ സൊല്യൂഷൻ അതാണ്. ബട്ട് ലോങ് ടേം സൊല്യൂഷൻ ഈസ് ദാറ്റ് വി മസ്റ്റ് ഹാവ് എ സെപ്പറേറ്റ് പോർട്ട്ഫോളിയോ ഫോർ ക്യാപിറ്റൽ റീജിയൻ ഡെവലപ്മെൻറ്റ് അണ്ടർ എ മിനിസ്റ്റർ. അതാണ് ലോങ് ടേം സൊല്യൂഷൻ. ഷോർട്ട് ടേം ഇന്ന് ഇപ്പോൾ നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു ക്യാപിറ്റൽ റീജിയൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി അണ്ടർ ദ ചീഫ് മിനിസ്റ്റർ വിത്ത് ദ ചീഫ് സെക്രട്ടറി ആസ് ദ കൺവീനർ. പ്രഷർ ഗ്രൂപ്പ് എന്നും കാണും, നാളെയും കാണും, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് കാണും. ഇത്രയും കാര്യങ്ങൾ ഉണ്ടാകുമ്പം ദർ വിൽ ബി എ സൊല്യൂഷൻ ടു ദിസ് പ്രോബ്ലം. പിന്നെ പാർക്കിംഗ് പ്രോബ്ലം ഒരു ഇഷ്യൂ. ഇപ്പോൾ തിരുവനന്തപുരത്ത് വാഹനങ്ങൾ കൂടി. നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ വാഹനം വിൽക്കുന്ന ഒരു ജില്ലയാണ് തിരുവനന്തപുരം. കാര്യം നമ്മൾ ആദ്യം പറഞ്ഞു തിരുവനന്തപുരത്ത് പണമില്ലാന്ന് പറഞ്ഞു. തിരുവനന്തപുരം പണത്തിന് യാതൊരു കുറവില്ല. ഏറ്റവും കൂടുതൽ ലക്ഷറി കാസ് വിൽക്കുന്ന സ്ഥലം. ലുലു മോളിൽ ഏകദേശം 6-7 കോടി പേരാണ് ഫുട്ഫോൾസ് വരുന്നത്. അതേപോലെ പല തിയേറ്ററിലും നമുക്ക് 43ഓളം സ്ക്രീനുണ്ട് തിയേറ്റേഴ്സ്, 190ഓളം ടർഫുണ്ട്. ഇതെല്ലാം എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും ആൾക്കാരുള്ളപ്പോൾ അത്രയും വാഹനങ്ങൾ ഓടുന്നു. നമുക്ക് ഡിസിപ്ലിൻ ഇല്ല എന്നുള്ളതാണ്. ട്രാഫിക് ഡിസിപ്ലിൻ ഹസ് ബി ദേർ. ഇത് രണ്ട് സൈഡും വണ്ടി പാർക്ക് ചെയ്തിട്ട് വണ്ടികൾ പോയി പാർക്ക് ചെയ്യാൻ പറ്റാത്ത സാർ, ഒന്നിൽ ഗവൺമെൻറ് പറയണം ഓരോ ദിവസം മൺഡേ ലെഫ്റ്റ് സൈഡ് പാർക്കിംഗ്, ട്യൂസ്ഡേ റൈറ്റ് സൈഡ് പാർക്കിംഗ്. പിന്നെ പാർക്ക് ചെയ്യുന്നവർക്കൊക്കെ അവിടെ ദുബായിലൊക്കെ എന്താ ചെയ്യുന്ന ടൈമിംഗ് ഉണ്ട്. നമ്മുടെ കൂടെ വരുന്നവർ ഓടും, ടൈമായി പോയി പഞ്ച് ചെയ്തില്ലെങ്കിൽ ഫൈനാണ്, അല്ലെങ്കിൽ ലോക്ക് വീഴും. നമുക്ക് അങ്ങനെ സിസ്റ്റം കൊണ്ടുവരണം. ഡിസിപ്ലിൻ. കാര്യം വന്ന ആൾക്കാർ ചുമ്മാ പാർക്ക് ചെയ്തിട്ട് അവൻ ഒരു ഓഫീസ് ബിൽഡിംഗ് കെട്ടും, പാർക്കിംഗ് കൊടുക്കില്ല. പാർക്കിംഗ് കൊടുക്കാതെ അവന് കംപ്ലീറ്റ് റോഡിലാണ് പാർക്ക് ചെയ്യുന്നത്. രാത്രി ഫോർ എക്സാമ്പിൾ രാത്രി നമ്മൾ കാണുന്ന ഒരു കാര്യം പറയാം. ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ റോഡിൽ പാർക്ക് ചെയ്യുന്നത് സ്കൂൾ ബസ്സും കോളേജ് ബസ്സും JCB ടിപ്പർ ലോറി. ഇത് ആ കൗടിയർ ഏരിയയൊക്കെയാണ് ഞാൻ താമസിക്കുന്നത്. ഇവർക്കൊക്കെ ഞാൻ പറയുന്നത് ഇത് സർക്കാരിൻ്റെ ചിലവിൽ അങ്ങ് പാർക്കിംഗ് അങ്ങ് ഇട്ടിരിക്കുക. സർക്കാർ ഞാൻ ഈ ശ്രീ VV രാജേഷിനെ പറഞ്ഞു, രാജേഷ് ഞങ്ങളുടെ ഒരു സജഷൻ ഉള്ളത് 12 മണിക്ക് ശേഷം പാർക്ക് ചെയ്യുന്ന വാഹനം മൊത്തം അവർക്ക് അതിൻ്റെ അകത്ത് ലൈസൻസ് വേണം. ടു പാർക്ക് ഫ്രം 12 o'clock till 6 o'clock in the morning. നിങ്ങൾ 5,000 രൂപ 10,000 രൂപ വാങ്ങിച്ചോളൂ. അവർ പാർക്ക് ചെയ്യാൻ പൈസ കൊടുത്തേ പാർക്ക് ചെയ്യുക. അപ്പം ചോദിച്ചു 12 മണി വരെ എന്താണെന്ന് ചോദിച്ചു. 12 മണി വരെ ഉള്ള കാരണം പല വീട്ടിലും ചിലപ്പോൾ ഡിന്നർ കാണും, പാർട്ടി കാണും, മരണം കാണും. അപ്പോൾ നമ്മളൊക്കെ വണ്ടി അവിടെ കൊണ്ടിടും. അപ്പോൾ ആ ടൈം നമുക്ക് എഫക്റ്റ് ആക്കാതെ ഇത് 6 മണിയാകുമ്പോൾ ബസ് അങ്ങ് ഒതുക്കുക. ബസ് ഒതുക്കി ആ റോഡ് മൊത്തം ബസ് ഇടുന്നു, JCB ഒതുക്കി വിടുന്നു. ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഡിസിപ്ലിൻ ഇല്ലാതെ പറ്റില്ല. അപ്പോൾ തട്ടുകടക്കാർക്ക് വെൻഡിങ് സോൺ ഉണ്ടാക്കുക. വെരി ക്ലിയർ, എല്ലാവർക്കും അറിയാം ഇന്ന സ്ഥലത്ത് വെൻഡിങ് സോൺ. അത് ഏറ്റവും വീതിയുള്ള റോഡുള്ള സ്ഥലത്ത് വെൻഡിങ് സോൺ വെക്കിയിട്ട് പിന്നെ വെൻഡിങ് സോണിൽ വരുന്ന തട്ടുകടക്കാർക്ക് ലൈസൻസ്, ഹെൽത്ത് കാർഡ് എല്ലാം കൊടുക്കണം. ഹെൽത്ത് കാർഡ് കൊടുക്കണം, ലൈസൻസ് കൊടുക്കണം, പിന്നെ അവർക്ക് വെള്ള ഫെസിലിറ്റീസ് അവിടെ ഉണ്ടോ കൊടുക്കണം. വെള്ളം യൂസ് ചെയ്യുന്ന എവിടുന്ന് ഇവർ കൊണ്ടുവരുന്ന വെള്ളം എവിടെയെന്ന് നമുക്കറിയത്തില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്താൽ 100% നമുക്ക് സിറ്റിക്കകത്ത് കുറച്ചുകൂടി ലിവബിൾ ആവാം. ഇന്നും തിരുവനന്തപുരം ഏറ്റവും നല്ല സിറ്റിയാണ്. 25-30 മിനിറ്റ് കൊണ്ട് ഏത് ഭാഗത്തും എത്താൻ പറ്റുന്ന ഒരു സിറ്റിയാണ്. കൊച്ചിയിലോ കോഴിക്കോടൊന്നും പലയിടത്തും പോകാൻ പോലും പറ്റില്ല, അത്രയും ഡിസ്റ്റൻസ് ഉണ്ട്. ഇപ്പോൾ കൊച്ചിയിൽ കാക്കനാട് കിടക്കുന്ന ഒരാൾക്ക് രവിപുരത്ത് വരണമെന്ന് പറഞ്ഞാൽ ഇറ്റ് ടേക്സ് 1 hour. തിരുവനന്തപുരത്ത് ഇരിക്കുന്ന ഒരാൾക്ക് ടെക്നോ പാർക്ക് ചെയ്യാൻ 30 minutes മതി. അപ്പോൾ 30 മിനിറ്റ് കൊണ്ട് എത്താൻ പറ്റുന്ന ഒരു സിറ്റിയാണ്. ആ സിറ്റിയിൽ ട്രാഫിക് കൂടി വരിക. അപ്പോൾ ഡിസിപ്ലിൻ കൂടിയേ പറ്റൂ. അപ്പോൾ ട്രാഫിക്കിൻ്റെ പ്ലാനിങ്, ട്രാഫിക് മാനേജ്മെൻറ്റ് ഉണ്ടായേ പറ്റൂ. ട്രാഫിക് മാനേജ്മെൻറ്റ് വരുമ്പം ചില ഗുഡ് ആയിട്ടുള്ള പ്രാക്ടീസ് ഇൻ സിംഗപ്പൂർ ഓർ ഇൻ ദുബായ് വി ഷുഡ് അഡോപ്റ്റ് ഇറ്റ് ഹിയർ. അതാണ് ഞങ്ങൾ മേയർത്ത് പറഞ്ഞ് അഡോപ്റ്റ് ഇറ്റ്. ആൾക്കാർ പാർക്ക് ചെയ്യുമ്പോൾ പൈസ അടച്ചിട്ട് പാർക്ക് ചെയ്തിട്ട് എന്നിട്ട് ഒരു മണിക്കൂർ പോട്ട്. അല്ലാതെ 1 മണിക്കൂർ കൂടുതലാണെങ്കിൽ ക്ലാമ്പ് ചെയ്യുക, കാറിൻ്റെ ടയർ ബ്ലോക്ക് ചെയ്യുക. യു വാണ്ട് ടു ഹാവ് 3 hours, പേ ഫോർ 3 hours. ഇതിപ്പോൾ അങ്ങനെ അല്ലാതെ നാഥമില്ലാത്ത ഒരു കളറിയാണ്, തോന്നും പോലെ അങ്ങ് പാർക്ക് ചെയ്യും സിറ്റിക്ക്. എന്നിട്ട് ഈ പാർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇവർ വന്ന്
പോലീസിന് ഒരു ട്രാഫിക് മാനേജ്മെൻറ്റും ചെയ്യില്ല, ട്രാഫിക് റെഗുലേഷനും ചെയ്യില്ല, എന്നിട്ട് ഓരോ വണ്ടിക്ക് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് പോവുക. അവർക്ക് അതിൽ വലിയ താല്പര്യമാണ്. എന്നാൽ ഇതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് ചെയ്യില്ല. ഇപ്പോൾ തട്ടുകടക്കാർ ഓപ്പറേറ്റ് ചെയ്യുന്നത്, അവർ ഓപ്പറേറ്റ് ചെയ്യുന്നവർക്ക് ലൈസൻസ് കൊടുത്തിട്ടുണ്ടോ? അവർക്ക് എന്താണ് പ്രിൻസിപ്പിൾ? ഇതൊക്കെ അവർക്ക് കൊടുക്കണം. തട്ടുകട വേണം, ഹൈജീൻ വേണം. തട്ടുകട വേണ്ടാന്ന് പറയുന്നില്ല, പക്ഷേ അവർക്ക് ഫുട്പാത്തിലൊന്നും കയറ്റി വെച്ച് ഫുട്പാത്ത് ബ്ലോക്കേജ് ചെയ്യാൻ പാടില്ല. യു ഗീവ് എ വെൻഡിങ് സോൺ വന്നാൽ എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി കിട്ടും. ഇപ്പോൾ ശംഖുവം ബീച്ച്, അവിടെ ബീച്ച് ഇപ്പോൾ ഇല്ലാതായിട്ട് എത്ര നാളായി? ആര് തിരിഞ്ഞു നോക്കുന്നു? നമ്മൾ ഇപ്പം ഞങ്ങൾ സി പി ജോണ്ടത്തും കെ മുരളീധരനും പറഞ്ഞ ഒരു കാര്യമാണ്. ആദ്യം ചെയ്യേണ്ടത് ശംഖുവം ബീച്ച് തിരിച്ചു കൊണ്ടുപോകാം. അവിടെ ഒരു വെൻഡിങ് സോൺ ഉണ്ടാക്കുക, അവിടെ പാർക്കിംഗ് സോൺ ഉണ്ടാക്കുക. പാർക്കിംഗ് ഏറ്റവും കൂടുതൽ വണ്ടി വരുന്ന സ്ഥലമാണ്. ഇങ്ങനെ ഓരോ സ്ഥലത്തും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ നമ്മൾ അത് ആരാ ഓണർഷിപ്പ് എടുക്കുന്നത്? ഇവിടെ ഏറ്റവും പ്രോബ്ലം ഞാൻ കണ്ടിട്ടുള്ളത് ഓണർഷിപ്പില്ല. ആർക്കും ഒരു ഓണർഷിപ്പ് ചോദിച്ചാൽ ഇതാരാ? അത് വാട്ടർ അതോറിറ്റി. ഞങ്ങളല്ല, ഇലക്ട്രിസിറ്റി ബോർഡ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി അടിക്കുന്നതല്ലാതെ ഇതിൻ്റെ ഓണർഷിപ്പ് എടുത്ത് ഞാനാണ് റെസ്പോൺസിബിൾ എന്ന് പറയാൻ ആരുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ ശ്രീ രാജേഷിനെ പറഞ്ഞു, യു ആർ ദി ഫാദർ ഓഫ് ദ സിറ്റി, യു ആർ റെസ്പോൺസിബിൾ, യു ഹാവ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ. അല്ലാതെ എനിക്കറിയത്തില്ല ചേട്ടാ, ഇത് റോഡ് ഫ്രണ്ട് ബോർഡാണ്, അല്ലെങ്കിൽ ഇത് PWD ആണ്, ഇതൊന്നും എൻ്റെ കീഴിലല്ല, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പുള്ളി മീറ്റിംഗ് വിളിക്കണം. ഞങ്ങളെ പോലെയുള്ള ബിസിനസ് കമ്മ്യൂണിറ്റി, പ്രഷർ ഗ്രൂപ്പ് എല്ലാവരും വിളിച്ച് വരുത്തിയിട്ട് മീറ്റിംഗ് ചർച്ച ചെയ്യുമ്പോൾ ഇതിന് സൊല്യൂഷൻ ഉണ്ടാവും. മനസ്സിലായി? പിന്നെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കണം. ദുബായിൽ പാർക്ക് ചെയ്യുന്ന കാറും അല്ലെങ്കിൽ അവിടെ ട്രാഫിക് വയലേഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ആരുമായിട്ട് പരിചയം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. ഫൈനാണെങ്കിൽ ഫൈന്, ഡ്രൈവിംഗ് ലൈസൻസ് പോയിരിക്കും, ക്യാൻസലെങ്കിൽ ക്യാൻസൽ. ഇവിടെ അതല്ല, ഇവിടെ ആരെയും പേടിയില്ല. കാര്യം എല്ലാവർക്കും സ്വാധീനമുണ്ട്. താഴെ നിൽക്കുന്ന ഫുട്പാത്തിൽ നടക്കുന്ന ആളും ഓട്ടോറിക്ഷ ഓടിക്കുന്നവരും ഈ ബസ് ഓടിക്കുന്ന ആളും എല്ലാവർക്കും സ്വാധീനമുണ്ട്. അപ്പോൾ സ്വാധീനമുള്ളതുകൊണ്ട് എന്താണ്? കംപ്ലീറ്റ് വയലേഷൻ ഓഫ് റൂൾസ് ആൻഡ് ഇൻഡിസിപ്ലിൻ. ദിസ് ഇസ് വാട്ട് ദ തിങ്. സോ ഗവൺമെൻറ് ഷുഡ് ടേക്ക് എ വെരി ഹാർഡ് സ്റ്റാൻഡ്. ആൻഡ് നമ്മൾ ട്രിവാൻഡ്രം ഷുഡ് ബി ദ സേഫസ്റ്റ് സിറ്റി. എല്ലാ നോക്ക് ആൻഡ് കോർണറിൽ ക്യാമറ വെക്കണം. ക്യാമറ വെച്ച് ട്രിവാൻഡ്രം സിറ്റി സേഫ് ആക്കുക. ഇത് എല്ലാ റെസിഡൻസ് അസോസിയേഷനെ വിളിച്ചിട്ട് ക്യാമറ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ട്രിവാൻഡ്രം സിറ്റി വിൽ ബി ഫുള്ളി കവേർഡ് ബൈ ക്യാമറ. മെയിൻ റോഡിൽ കാണുന്ന എല്ലാ കടയും ക്യാമറ വെക്കണം. ഒരു ക്യാമറ റോഡിലോട്ട് ഫോക്കസ് ചെയ്യണം. സോ ഏത് ക്രൈം നടന്നാലും അടുത്ത ക്യാമറ ക്യാപ്ചർ ചെയ്തിരിക്കും. സോ ദ സിറ്റി വിൽ ബി കവേർഡ്. അപ്പോൾ സിറ്റി ക്ലീനിനെസ് വരും, ഗാർബേജ് ഡംപിങ് കുറയും, മാലിന്യം കൊണ്ട് തള്ളുന്ന കുറയും, ഇതെല്ലാം കുറയും. ഇത് നമുക്ക് ഒരു വാച്ച് ഡോഗ് ഉണ്ടെങ്കിൽ ആ വാച്ച് ഡോഗ് പേടിയാണ് എല്ലാവർക്കും. ഇപ്പോൾ അന്ന് നമുക്ക് ഈ CCTV വന്നപ്പം ആരും ബെൽറ്റ് എടുത്തില്ല, അല്ലെങ്കിൽ ഹെൽമെറ്റ് വയ്ക്കുക. അത് നിന്നല്ലോ. നമുക്ക് നന്നായി അറിയാം ഇത് ടിക്കറ്റ് വരും, അപ്പോൾ ഇതിൻ്റെ പുറകെ നമ്മൾ നടക്കേണ്ടി വരും. അപ്പോൾ പലർക്കും ടിക്കറ്റ് എത്ര വരും? കാരണം നിങ്ങൾക്ക് അടുത്ത റിന്യൂവലിന് പോകാൻ പറ്റില്ല, ലൈസൻസ് റിന്യൂവലിന് പോകാൻ പറ്റില്ല. ആക്സിഡൻറ്റ് വന്നാൽ നിങ്ങൾക്ക് അതിനായിട്ടുള്ള ക്ലെയിം കിട്ടത്തില്ല. സോ യു മസ്റ്റ് ഹാവ് ഡിറ്ററൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ട്രിവാൻഡ്രം സിറ്റി ഇസ് ദ ബെസ്റ്റ് സിറ്റി ടു ഡു ദിസ്. വി ക്യാൻ സെറ്റ് എൻ എക്സാമ്പിൾ and show to the people of Kerala that Trivandrum can do it. And എനിക്ക് നല്ല ധൈര്യമുണ്ട്, നല്ല വിശ്വാസമുണ്ട്. തിരുവനന്തപുരത്ത് ഇപ്പോൾ ഇരിക്കുന്ന ഡിസ്പെൻസേഷനിൽ നമുക്ക് നല്ല ആക്റ്റീവായിട്ടൊരു മേയർ വന്നിട്ടുണ്ട്, ആക്റ്റീവായിട്ടൊരു കളക്ടർ നമുക്കുണ്ട്, നല്ല രീതിയിൽ കളക്ടറുണ്ട്, ആക്റ്റീവായിട്ട് സിറ്റി കമ്മീഷണർ വന്നിട്ടുണ്ട്, ആക്റ്റീവായിട്ടൊരു ചീഫ് മിനിസ്റ്റർ വന്നിട്ടുണ്ട്, ആക്റ്റീവായിട്ട് തിരുവനന്തപുരത്ത് ഏറ്റവും പഠിച്ച് വിവരമുള്ള 2 മന്ത്രിമാർ ശ്രീ CP ജോണും K മുരളീധരനുണ്ട്. ഐ എം ക്വൈറ്റ് ഷുവർ ദാറ്റ് ഇനി വരുന്ന കാലത്ത് നമുക്ക് ട്രിവാൻഡ്രം വിൽ സി എ വെരി ഡിഫറെൻറ്റ് സിറ്റി ഇൻ ദ കമ്മിങ് ഇയേഴ്സ്. പ്രതീക്ഷയോടെ. നമ്മുടെ ഈ പോഡ്കാസ്റ്റിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഹൃദയം തുറന്ന് സംസാരിക്കുന്ന ശ്രീ SN രഘുചന്ദ്രൻ നായർ. അതെ, ദീർഘനേരം നമ്മോട് ഹൃദയം തുറന്ന് തന്നെ അദ്ദേഹം സംസാരിച്ചു. അതുപോലെ തന്നെ വികസനം എന്ന വാക്ക് ആദ്യന്തം കേരളത്തിൻ്റെ, പ്രത്യേകിച്ചും നമ്മുടെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിന് വേണ്ടി എല്ലാ അർത്ഥത്തിലും ജീവിതം ഉഴിഞ്ഞുവെച്ച വ്യക്തി. അദ്ദേഹത്തിൻ്റെ കർമ്മഭൂമി തിരുവനന്തപുരമാണ്. ജനിച്ചത് മലേഷ്യയിലാണെങ്കിലും. ഏറെ നന്ദി സർ, ഇത്രയും മനോഹരമായ ഒരു ഇൻ്റർവ്യൂവിന്. പ്രേക്ഷകർക്ക് വികസിത കേരളം, വികസിത തിരുവനന്തപുരം എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാൻ നമുക്കൊപ്പം നിൽക്കുന്ന ശ്രീ SN രഘുചന്ദ്രൻ നായർ എന്ന അങ്ങേക്ക് നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.